വിളിക്കാത്ത കല്യാണത്തിന് പോയി അടുത്ത കല്യാണ പെണ്ണിനെ കല്യാണം കഴിച്ചപ്പോൾ അതായിരിക്കും അഭിഷേക് ശർമ്മയോട് ചേർത്ത് വെക്കാൻ പറ്റുന്നത്. കാരണം ആകെ കളിച്ചത് വെറും 17 T20 മത്സരങ്ങൾ. അതുകൊണ്ട് തന്നെ ICC റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നും അല്ല. ഏതായാലും മാസങ്ങളായിട്ട് പുള്ളി ഇന്ത്യൻ ടീമിൽ വന്നിട്ട് ഒരു മത്സരം കളിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവസരം കിട്ടിയവന്മാരും റാങ്കിങ്ങിൽ മുന്നിൽ നിന്നവന്മാരും എല്ലാം വേഡ് ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത്. കിട്ടിയ അവസരങ്ങൾ പാഴാക്കി കളഞ്ഞപ്പം അവരുടെ റാങ്കിങ് പോയിന്റ് താഴേക്ക് പോയപ്പം ടീമിൽ അവസരം കിട്ടാതെ ഒരു 6-7 മാസമായിട്ട് കളിക്കളത്തിന് പുറത്ത് വയ്ക്കുന്ന അഭിഷേക് ശർമ്മ T20 1-ാം സ്ഥാനത്തേക്ക് വരുന്നുണ്ട്. നേരത്തെ സൂര്യകുമാർ യാദവ് ഇതുപോലെ വളരെ വേഗത്തിൽ 1-ാം സ്ഥാനത്ത് വന്നത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. പക്ഷേ സൂര്യ ലേറ്റായിട്ട് അവസരം കിട്ടി അടിച്ച് തെളിയിച്ചാണ് 1-ാം സ്ഥാനത്തേക്ക് വന്നത്. ഏതായാലും 1-ാം സ്ഥാനത്തേക്ക് വന്നിട്ട് പോലും വരാൻ പോകുന്ന ഏഷ്യ കപ്പിനുള്ള ടൂർണമെന്റ് ടീമിൽ ഇടം പിടിക്കുമോ എന്നുള്ള കാര്യം ഒരു ചോദ്യചിഹ്നമാണ്. കാരണം ഓപ്പണിംഗ് സ്ലോട്ട് ഉൾപ്പെടെയുള്ള ഫേസസ് അവിടെ ഫില്ലായി നിൽക്കുകയാണ്. ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് 3-ാം റാങ്കിലുള്ള തിലക് വർമ്മയുടെ കാര്യമാണ്. അഭിഷേകിന് പിന്നെയും ഓപ്പണിംഗ് സ്പോട്ടിൽ അവസരം കിട്ടും എന്നുറപ്പാണ്. തിലകിന്റെ കാര്യം എന്താവുമോ എന്തോ. ഏതായാലും മാസങ്ങളായിട്ട് പുറത്തിരുന്നാലും ICC റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. ഇതൊക്കെ ഓർക്കുമ്പോഴാണ് രോഹിത്തിന്റെ കാര്യമൊക്കെ ഓർമ്മ വരുന്നത്. രോഹിത്തൊക്കെ 1-ാം സ്ഥാനത്ത് ഒരു തവണയെങ്കിലും ഇരിക്കാൻ ഡിസേർവിങ് ആയിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഒരു ഫോർമാറ്റിൽ പോലും രോഹിത്തിന് 1-ാം സ്ഥാനത്ത് ഇരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതും ഇതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ടതാണ്. ഇന്നലെ വന്ന പയ്യന്മാര് ഫസ്റ്റ് റാങ്ക് അടിച്ചെടുക്കുന്നു എന്നുള്ളത് വാട്ടവർ.